ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളുടെ കയ്യിലും ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരിക്കും. അതുപോലെ നല്ലൊരു ക്യാമറ ക്വാളിറ്റിയുള്ള ഫോൺ ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഒരു സ്റ്റോറിയോ പോസ്റ്റോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. സ്റ്റോറിയും പോസ്റ്റൊന്നും ഇടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പകരം എത്ര പിക്കുകൾ എടുത്താലും ഒന്നും നല്ലത് കിട്ടില്ല. അതുപോലെ തന്നെ എങ്ങനെ പോസ്റ്റ് ചെയ്യണം, എങ്ങനെ ഫോട്ടോ എടുക്കണം എന്നൊന്നും അറിയാത്തത് കൊണ്ടാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള എസ്തെറ്റിക് പിക്കുകൾ എടുക്കാം, അതിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ്. സോ പെർഫെക്റ്റ് ആയിട്ടുള്ള പിക്കുകൾ എങ്ങനെ എടുക്കാം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഗൈഡും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഞാൻ ഏകദേശം 4 മാസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം പേഴ്സണലായിട്ട് കുറച്ച് ഇഷ്യൂസും ഇഞ്ചുറീസും കാരണമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ചാനൽ ഇപ്പോൾ ഡൗൺ ആയിരിക്കും. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. എല്ലാ ആഴ്ചയിലും വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. സോ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ എസ്തെറ്റിക് ആയിട്ടുള്ള പിക്കുകൾ എടുക്കുന്നതിന് മുമ്പ് എത്ര ടൈപ്പ് ഓഫ് എസ്തെറ്റിക്കുകൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഡാർക്ക് ആസ്തെറ്റിക് ഫോട്ടോസ്. അതായത് എടുക്കുന്ന പിക്കുകളെല്ലാം മൊത്തം ഒരു ഡാർക്ക് ആൻഡ് മിസ്റ്റീരിയസ് വൈബ് ആയിരിക്കും. വലിയ ബ്രൈറ്റ്നസ്സോ ലൈറ്റുകളോ ഒന്നും ഇല്ലാതെ ആയിരിക്കും ഇങ്ങനത്തെ ഫോട്ടോസിൽ എടുക്കുക. സോ ഇങ്ങനത്തെ പിക്കുകൾ ജിമ്മിൽ വെച്ചിട്ട് എടുക്കാം, അതുപോലെ തന്നെ കാറിലിരുന്ന് എടുക്കാം, കഫേലിരുന്ന് എടുക്കാം. സോ ഫേസ് ഒന്നും അത്യാവശ്യം വിസിബിൾ ആവാത്ത രീതിയിൽ വേണം ഇങ്ങനത്തെ പിക്കുകൾ എടുക്കാൻ. രണ്ടാമതായിട്ട് ട്രാവൽ ആസ്തെറ്റിക് പിക്സ്. സോ ഇങ്ങനത്തെ പിക്കുകൾ എവിടെയെങ്കിലും ട്രിപ്പിനോ ട്രാവലിനോ അല്ലെങ്കിൽ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എടുക്കുന്ന പിക്കുകളാണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഗെയ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഈ ഫീമെയിൽസിന് കൂടുതൽ ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതായത് ഇങ്ങനത്തെ ഫോട്ടോസുകൾ സ്റ്റോറിയും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീമെയിൽസ് ഇൻട്രാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് മൂന്നാമതായിട്ട് വരുന്നതാണ് കളർഫുൾ ആസ്തെറ്റിക് ഫോട്ടോസ്. ഇതാണ് മോസ്റ്റ് ആൾക്കാരും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല കളർഫുൾ തീമിലും അതുപോലെ തന്നെ ഫുള്ള് നല്ല ബ്രൈറ്റിങ്ങോട് കൂടിയായിരിക്കും ഇങ്ങനത്തെ പിക്കുകൾ എടുക്കുക. സോ കൂടുതൽ ആൾക്കാരും സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇടുന്നത് ഇങ്ങനത്തെ പിക്കുകളാണ്. സോ ഇത്രയും ടൈപ്പ് ഓഫ് ആസ്തെറ്റിക്സിലാണ് നോർമലി ഉള്ളത്. ഇത് കൂടാതെ തന്നെ സെൽഫി പിക്, നോ ഫേസ് പിക്, അതുപോലെ തന്നെ കപ്പിൾസ്, അത് വേണ്ട, ആൻഡ് പിന്നെ ബൈക്കർ ആസ്തെറ്റിക്സ്, കാർ, ഗിത്താർ, ഇങ്ങനത്തെ ഒരുപാട് പല ടൈപ്പ് ഓഫ് ആസ്തെറ്റിക്സ് ഫോട്ടോസുകളുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫോട്ടോസാണ് എടുക്കാൻ ആഗ്രഹം, ആ ഒരു എസ്തെറ്റിക് പിടിച്ച് തന്നെ ഫോട്ടോസിൽ എടുക്കുക. സോ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലേക്ക് വരാം. അതായത് ഹൗ ടു ടേക്ക് എ പെർഫെക്റ്റ് എസ്തെറ്റിക് ഫോട്ടോസ്. നല്ലൊരു എസ്തെറ്റിക് ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം എന്നില്ല. കാരണം ഒരുപാട് പേര് ലുക്ക് ഉണ്ടായിട്ടും ഫോട്ടോസിലൊക്കെ ബാഡ് ആവാറുണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന 5 കീ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ ഫോട്ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട്, ക്യാമറ ക്വാളിറ്റി, എക്സ്പ്രഷൻ, പോസ്, ആംഗിൾ. ഈ 5 കീ റൂൾസ് ആണ് നമ്മൾ എടുക്കുന്ന ഫോട്ടോസിന്റെ എസ്തെറ്റിക്സ് തീരുമാനിക്കുന്നത്. ഒന്നാമതായിട്ട് ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ എത്ര നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മോശമാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഫോട്ടോ തന്നെ മോശമാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുക. ഇതാണ് ഓവറോൾ പിക്കിനെ എലിവേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഫാക്ടർ. രണ്ടാമതായിട്ട് ക്യാമറ ക്വാളിറ്റി. സോ നിങ്ങൾ എത്ര നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തു, അതുകൊണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തു, പക്ഷെ ക്യാമറയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസിന് ക്വാളിറ്റി ഉണ്ടാവില്ല. സോ ഫോട്ടോസിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളത് സ്റ്റോറിയും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ലൈക്കും കിട്ടില്ല, ആൾക്കാർ പെട്ടെന്ന് സ്കിപ്പ് അടിച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ ഫോട്ടോസ് എടുത്താലും നല്ല ക്വാളിറ്റിയിൽ തന്നെ എടുക്കുക, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ സ്റ്റോറിയും പോസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. സോ ഇതിനർത്ഥം നിങ്ങളുടെ കയ്യിൽ DSLR ക്യാമറ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പിക്ചർ എടുക്കുന്ന ക്യാമറ വേണമെന്നില്ല. നിങ്ങളുടെ ഐഫോൺ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, ഏത് ഫോൺ ആയിരുന്നാലും അതിലെ ക്യാമറ സെറ്റിംഗ്സ് പക്കയാക്കിയതിനു ശേഷം ലെൻസ് തുടച്ച് ക്ലീൻ ആക്കിയ ശേഷം ഫോട്ടോസ് എടുക്കുക. മൂന്നാമതായിട്ട് എക്സ്പ്രഷൻ. സോ ഇവിടെയാണ് മോസ്റ്റ് ആൾക്കാർക്കും പിഴയ്ക്കുന്നത്. കാരണം എത്ര നല്ലപോലെ ഡ്രസ്സ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തു, ക്യാമറ ബെറ്റർ ആക്കി, പക്ഷെ എങ്ങനെ എക്സ്പ്രഷൻ ഇടണമെന്ന് അറിയത്തില്ല. സോ എക്സ്പ്രഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ എത്ര ഫോട്ടോ എടുത്താലും കൊള്ളൂല, മെനയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. സോ ഫോട്ടോയിൽ ബാഡ് ആവുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളൊരു ക്ലിക്ക് എടുക്കുന്ന സമയത്ത് അത് 1 സെക്കൻഡ്, വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് ആ ഒരു ക്ലിക്ക് വരിക. ആ ഒരു ക്ലിക്കിൽ നമ്മൾ എന്ത് എക്സ്പ്രഷൻ ആണ് അവിടെ ഇടുന്നത് അതായിരിക്കും ആ ഫോട്ടോയിൽ വരിക. സോ അതുകൊണ്ട് തന്നെ എക്സ്പ്രഷൻ മാറി മാറി എടുക്കുക. ഒരേ എക്സ്പ്രഷനിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എല്ലാം ബാഡ് ആവും. പകരം നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. അതായത് ചിരിക്കുക, സൈഡിലോട്ട് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ക്യാമറയിൽ നോക്കുക, ഒരു ഗൗരവത്തോടെ നിൽക്കുക, ഇങ്ങനെയൊക്കെ പല പല എക്സ്പ്രഷൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫോട്ടോസ് കിട്ടും. സോ ഒരു 10-20 ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിലൊരു 5-6 ഫോട്ടോസെങ്കിലും നല്ല എക്സ്പ്രഷനിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഏതൊരു മോഡലിനായിക്കോട്ടെ, ആക്ടേഴ്സിനായിക്കോട്ടെ, അവരുടെയൊക്കെ ഫോട്ടോസ് എടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് ഒരുപാട് ക്ലിക്കുകൾ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് അതിൽ ഏതാണോ ഏറ്റവും നല്ലതായിട്ട് വരിക അതായിരിക്കും അവർ സ്റ്റോറിയും പോസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ മിററിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഫോട്ടോസ് എടുത്തിട്ടാണെങ്കിൽ നിങ്ങളുടെ എക്സ്പ്രഷൻ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം അത് കറക്റ്റ് ആയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ചൂസ് ചെയ്യുക. ഞാൻ നാലാമതായിട്ട് വരുന്നതാണ് പോസിങ്. സോ പോസിങ്ങിലേക്ക് വരുമ്പോഴും ഒരുപാട് ആൾക്കാർക്ക് പിഴയ്ക്കാറുണ്ട്. കാരണം എന്ത് ടൈപ്പ് ഓഫ് പോസാണ് ഇടേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൈകെട്ടി നിൽക്കും, അല്ലെങ്കിൽ പോക്കറ്റിൽ കൈയിട്ട് നിൽക്കും. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഫോട്ടോ മാക്സിമം ബോർ ആവേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളുടെ ഡ്രസ്സിങ്ങിനും വൊക്കേഷനും അനുസരിച്ച് പോസുകൾ മാറി മാറി ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് പോസുകൾ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ദ സിറ്റിംഗ് പോസ്. ഒരു കൈ ഹെഡിലേക്ക് റെസ്റ്റ് ചെയ്ത് വെച്ച ശേഷം ക്യാമറയിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലേക്കും നോക്കിയിരിക്കുക. രണ്ടാമതായിട്ട് ദ ലുക്കിംഗ് അവേ പോസ്. എവിടെയെങ്കിലും സ്ട്രൈറ്റ് ആയിട്ട് നിന്ന ശേഷം തല കുറച്ച് സൈഡിലേക്ക് നോക്കി നിൽക്കുക. മൂന്നാമതായിട്ട് ദ മിറർ സെൽഫി. ഫോൺ നമ്മളുടെ ചെസ്റ്റ് ലെവലിൽ വെച്ച ശേഷം കുറച്ച് സൈഡിലേക്കോ അല്ലെങ്കിൽ സ്ട്രൈറ്റോ നിന്ന ശേഷം എടുക്കുക. നല്ല ക്ലോത്ത് സൂട്ടാണ് വിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ആസ്തെറ്റിക്സ് ലുക്ക് ഓവറോൾ കിട്ടുന്നതാണ്. സോ ഇത് സ്റ്റോറി ഇടാൻ ബെസ്റ്റ് ഓപ്ഷനാണ്.
സോ ഇത് കൂടാതെ തന്നെ വേറെയും ഒരുപാട് പോസുകളുണ്ട്. ഹെഡ് ഡൗൺ വാൾക്ക്, അതുപോലെ തന്നെ ഹെഡ് ഹോൾഡ്, ഹാൻഡ് ഓൺ വാച്ച്, അഡ്ജസ്റ്റ് കോളർ, ദ വാക്കിംഗ് പോസ്. സോ ഇങ്ങനത്തെ വേറെയും ഒരുപാട് പോസുകളുണ്ട്. സോ നിങ്ങൾ എന്താക്കി ജസ്റ്റ് പിൻട്രസ്റ്റിൽ കയറിയിട്ട് മെയിൽ പോസ് ഐഡിയ എന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോസിങ് ഐഡിയാസ് വരും. സോ ആ ഒരു പോസിങ് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോസിൽ അത് യൂസ് ചെയ്യുക. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് പതിയെ പതിയെ നിങ്ങൾ പോസ് ചെയ്യാൻ പഠിക്കും. ആദ്യമൊക്കെ ഫോട്ടോസിൽ പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ചമ്മൽ അല്ലെങ്കിൽ ഒരു പാട് പോലെയൊക്കെ തോന്നുമെങ്കിലും നിങ്ങൾ പതിയെ പതിയെ ഫോട്ടോസ് എടുത്ത് സെറ്റായി വരുമ്പോൾ അത് പിന്നെ ഈസിയായി മാറും. പിന്നീട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓരോ ഒക്കേഷൻ അനുസരിച്ച് നിങ്ങൾ പോസ് മാറ്റി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ഫോട്ടോസിൽ പോസ് ചെയ്യാൻ പഠിക്കുക. ഇത് നിങ്ങളുടെ ഫോട്ടോ ഓവറോൾ പെർഫെക്റ്റ് ആക്കുന്നതാണ്. ആൻഡ് ഫൈനലി അഞ്ചാമതായിട്ട് ക്യാമറ ആംഗിൾ. സോ ഒരു ഫോണിന്റെ ക്യാമറ കൊണ്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് ആംഗിളിൽ നിന്ന് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കാറിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് എടുക്കാം, ഡൗൺ ആയിട്ട് എടുക്കാം, അപ്പ് ആയിട്ട് എടുക്കാം, അതുപോലെ സൈഡിൽ നിന്നും എടുക്കാം. സോ ഏത് ആംഗിളാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഫോട്ടോസ് കിട്ടുക, ആ ഒരു ആംഗിൾ വെച്ചിട്ട് തന്നെ ഫോട്ടോസ് എടുക്കുക. ഇതിന്റെ കൂടെ തന്നെ റൂൾ ഓഫ് തേർഡും കൂടെ അറിഞ്ഞിരിക്കുക. അതായത് നമ്മളുടെ ഫോണിന്റെ ഒക്കെ ഫ്രെയിമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രണ്ട് വരകളില്ലേ, അതിന്റെ പോയിന്റ് കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നമ്മുടെ സബ്ജക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ കൂടുതൽ ബെറ്റർ ആയിട്ട് കിട്ടുന്നതാണ്. ഇതുവഴി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിക്കുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാനിവിടെ ഒരു കംപ്ലീറ്റ് ഗൈഡും പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് എന്ത് ടൈപ്പ് ഓഫ് എസ്തെറ്റിക്കുകൾ ഉണ്ട്, അത് എങ്ങനെ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കീ റൂൾസ് എല്ലാം ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞ 5 കീ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ 5 കീ റൂൾസ് ആണ് നമ്മുടെ ഫോട്ടോസിന്റെ ഓവറോൾ എസ്തെറ്റിക് തീരുമാനിക്കുന്നത്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ കുറച്ച് ആൾക്കാർ കാണുമെന്ന് അറിയാം. പക്ഷേ കാണുന്നവർ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.